എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം വേണ്ടത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഈ ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിൽ തന്നെ ഞാൻ ഈ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂണിനൂടെ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സവാളക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി തീർന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും ഇതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ചെമ്മീൻ റോസ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്നുകൂടി നല്ലോണം ഇളക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ 1.5 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ശേഷം ഇതിൽ എരിവ് ഉപ്പൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ എല്ലാ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെമ്മീനിലോട്ട് ടൊമാറ്റോ സോസും അതുപോലെ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചേർത്ത് കൊടുക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഇനി ഈ ഒരു സോസ് ഇതിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക.
ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണെന്ന്. അപ്പോൾ കുറച്ചുകൂടി ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇതുപോലെ നല്ലോണം ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. നല്ലോണം ഇത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെ അതുപോലെ ചപ്പാത്തി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല ഒരു റെസിപ്പി ആയിട്ട് തന്നെ വീണ്ടും വരാം.